നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഡെസിമൽസിന്റെ ഡിവിഷൻ അല്ലേ? അതില് രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഡിവൈഡിങ് എ ഡെസിമൽ ബൈ ഹോൾ നമ്പറും ഡിവൈഡിങ് എ ഡെസിമൽ ബൈ 10, 100 and 1000. നെക്സ്റ്റ് ഡിവൈഡിങ് ടു ഡെസിമൽസ്. രണ്ട് ഡെസിമൽസ് തമ്മിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എക്സാമ്പിൾ പറയാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ അല്ലെ? എന്താണ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ? 1.4832 by 1.2. 1.4832 divided by 1.2. 1.4832 നെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനാദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാല്, ഇതാണല്ലോ ഡിവൈസർ അല്ലെ? നമ്മൾ ഏതിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിവൈസർ. ആ ഡിവൈസറിനെ ഒരു ഹോൾ നമ്പർ ആക്കി മാറ്റാം. ഡിവൈസറിനെ ഒരു ഹോൾ നമ്പർ ആക്കി മാറ്റാം. ഹോൾ നമ്പർ ആക്കി മാറ്റുക എന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ഈ നമുക്ക് ചെറിയൊരു അറേഞ്ച്മെന്റ് മാറ്റിയിട്ട് നമുക്ക് ഈ ഡിവൈസറിന്റെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാം. 1.4832 divided by 1.2. ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇതും ഡിവിഷന്റെ ഒരു ഫോമാണ്. ഇതിന് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് ഡിവിഷന്റെ ഒരു ഫോമാണ്. ദിസ് ഈസ് ഡിവിഡൻഡ്, ദിസ് ഈസ് ഡിവൈസർ. ബട്ട് ഫ്രാക്ഷൻ ആയി വരുന്ന സമയത്ത് ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ ഡിവിഷൻ എന്നുള്ളത് നമുക്ക് ഫ്രാക്ഷൻ ഫോമിലും എഴുതാം. അതായത് ഡിവിഡൻഡിനെ ന്യൂമറേറ്റർ ആയിട്ടും ഡിവൈസറിനെ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതാം. ഓക്കെ, ഇതിപ്പോ ഒരു ഫ്രാക്ഷന്റെ ഫോമിലായില്ലേ? ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് അല്ലെ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരില്ല? ഫ്രാക്ഷന്റെ വാല്യൂവില് വ്യത്യാസം വരില്ല, ചേഞ്ച് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലെ 1.2 എന്നുള്ള ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഹോൾ നമ്പർ കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പർ 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താലും എന്താവില്ല? 1.2നെ ഇപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2.4 എന്ന് കിട്ടും. 1.2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3.6 എന്ന് കിട്ടും. ഡെസിമൽ പോയിന്റ് ഒഴിവാവില്ല. ഡെസിമൽ പോയിന്റ് ഒഴിവാകണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 എന്നീ നമ്പേഴ്സ് കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി. അത് ഏത് നമ്പർ ആണെന്നുള്ളത് ഈ ഡിനോമിനേറ്ററിലെ ഡെസിമൽ പ്ലേസിലെ ഡിജിറ്റ്സിന്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിനോമിനേറ്ററിലെ 1.2 എന്നുള്ള ഡെസിമൽ നമ്പറിൽ ഇവിടെ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. 10th പ്ലേസിൽ മാത്രമേ ഡിജിറ്റ് വരുന്നുള്ളൂ. ഒരു ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 100 ഉണ്ട്, കാരണം 100ൽ 2 0 ഉണ്ട്. 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ
ഡെസിമൽ നമ്പറിൽ ഒരു ഡിജിറ്റ്, ഡെസിമൽ പ്ലേസിൽ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളൊരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്യണല്ലോ, ഇല്ലെങ്കിൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ലേ? ഇനി ഡിനോമിനേറ്ററിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.2 into 10. സാരമില്ല, കുഴപ്പമില്ല. ഡിനോമിനേറ്ററിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡെസിമൽ നമ്പറിനെ 10, 100, 1000 എന്നീ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലെ സീറോന്റെ എണ്ണത്തിനനുസരിച്ച് ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലെ. 1.2 നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് തൊട്ടടുത്ത റൈറ്റ് പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? 1.2 into 10, 12 എന്ന് വരും. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിലെ ഡെസിമൽ പോയിന്റ് ഒഴിവായല്ലോ. അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ഒറ്റൊരു പ്ലേസ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ് സൈഡിലേക്ക് ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യും ഡെസിമൽ പോയിന്റ്. അപ്പൊ എത്ര വരും? 14.832. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്നത് പോലെ 14.832 divided by 12 ചെയ്യാം. 14ൽ 12 1 time പോവും. 1 times പോവും. 1 into 12, 12. Subtract ചെയ്യുമ്പോൾ 2, 28. ഈ ഡെസിമൽ പോയിന്റ് 14 കഴിഞ്ഞിട്ടുള്ള ഡെസിമൽ പോയിന്റ് അതേപോലെ 1 കഴിഞ്ഞിട്ടിടാം. 28ൽ 12 2 times പോകും. 2 into 12, 24. Subtract ചെയ്യുമ്പോൾ 4, 43. 43ൽ 12 3 times പോകും. 3 into 12, 36. Subtract ചെയ്യുമ്പോൾ 72. 7. Subtract ചെയ്യുമ്പോൾ 7. ഈ 2 താഴേക്ക് എടുത്ത് എഴുതിയ 72. 72ൽ 12 6 times പോകും. 6 into 12, 72. Remainder 0 വരും. ഓക്കെ. അപ്പോൾ 14.832 divided by 12 is equal to 1.236. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ രണ്ട് ഡെസിമൽസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡിവൈസറിന്റെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാം. ഡിവൈസറിന്റെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ആ ഡിവിഷൻ ഫാക്ടറിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുന്നു. ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിനെ 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേസമയം ന്യൂമറേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഡിനോമിനേറ്ററിലെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയതിനു ശേഷം സാധാരണ പോലെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഒരു പ്രോബ്ലം ചെയ്തു തരാം. എക്സസൈസ് 7.13, പേജ് നമ്പർ 146. 0.36 by 0.36നെ 0.6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? 0.36 by
0.6 എന്ന് എഴുതി, ഫ്രാക്ഷൻ ആക്കി എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒറ്റൊന്നേ ഉള്ളൂ, 0.6. ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6 into 10 എന്ന് പറയുമ്പോൾ 6 വരും. ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 6 എന്ന് വരും. അതേപോലെ ഇതിലെ ന്യൂമറേറ്ററിനെ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 3.6 എന്ന് വരും. 3.6. ഇനി സാധാരണ പോലെ ഡിവൈഡ് ചെയ്യാം. 3.6 ഡിവൈഡഡ് ബൈ 6. 3-ല് 6 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0 ഇടാം. 0 into 6 0 0. ഈ ഡെസിമൽ പോയിന്റ് അതേപോലെ കോഷ്യന്റിൽ ഇട്ടു. 6 താഴേക്ക് എടുത്ത് എഴുതി. സോറി, ഇവിടെ 3 അല്ലേ വരാം. 3 minus 0 3. 3 minus 0 3. 6 താഴേക്ക് എടുത്ത് എഴുതി. 36-ല് 6 times 6 into 6 36. ഇത് വേണമെങ്കിൽ എഴുതിയെടുത്തു, നിങ്ങളുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ എത്ര കിട്ടും? 3.6 divided by 6 is equal to 0.6. That means 0.36 divided by 0.6 is equal to 0.6. 0.36 divided by 0.6 is equal to 0.6. എഴുതിയെടുത്തോ? പെട്ടെന്ന് എഴുതിയെടുത്തേ. .24 by 1.2 exercise 7.13-ലെ 4-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എഴുതിയെടുക്കാത്തവരെ പെട്ടെന്ന് എഴുതിയെടുക്കാം. .24 divided by 1.2. ചെയ്യുന്ന രീതി ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ചെയ്യാ, ഞാൻ ആൻസർ മാത്രം പറഞ്ഞുതരാം കേട്ടോ. പെട്ടെന്ന് ചെയ്തോ. ഇങ്ങനെ ചെയ്യുന്നേ. 0.24 by 1.2. 0.24 by 1.2 into 10. ന്യൂമറേറ്ററിനെയും into 10 ചെയ്യുമ്പോൾ 2.4 by 12 എന്ന് കിട്ടും. 2.4-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2-ല് 12 പോയില്ല, അപ്പൊ 0 ഇടുക. 0 into 12 0. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2. പോയിന്റ് അതേപോലെ ഡെസിമൽ പോയിന്റ് അതുപോലെ എഴുതാ. 4 ഇറക്കി എഴുതാ. 24-ല് 12 2 times 2 into 12 24. റിമൈൻഡർ 0. അപ്പൊ 0.24 by 1.2 is equal to 0.2. കിട്ടാത്തവരെ പെട്ടെന്ന് എഴുതിയെടുത്തു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണോ ഇങ്ങനെ ഇത്രയും സമയം എടുത്തേ? ഓക്കെ, അപ്പൊ ഡിവിഷൻ കുഴപ്പമില്ലല്ലോ. ഡിവിഷൻ അത്രേ പഠിക്കാനുള്ളൂ, അധികം
കൂടുതലായിട്ടൊന്നും ഇതിൽ പഠിക്കാനില്ല. ഇപ്പൊ ഡെസിമലിലുള്ള ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അതിലെ എക്സസൈസ് 7.13 ആ എ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ബാക്കിയുള്ളതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യാത്ത വിട്ടത് 1, 3, 4 നമ്മൾ ചെയ്തു. 1, 3, 4 നമ്മൾ ചെയ്തു. ബാക്കി 2, 5, 6, 7, 8, 9. 2, 5, 6, 7, 8, 9 ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കാം. Then next chapter percentage. എന്തോ എക്സസൈസ് 7.13 ബി ചെയ്യണ്ട. ബി കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും, അതെല്ലാം ഡിവിഷൻ തന്നെയല്ലേ വരുന്നത്. ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ എ ബിറ്റ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ബിയും കൂടെ ചെയ്തു. നെക്സ്റ്റ് 8th one percentage. ആ എ ബിറ്റിലെ ഫുൾ എഴുതണോ? ആ ഫുൾ എഴുതണം. അപ്പോ അടുത്ത ചാപ്റ്റർ പെർസെന്റേജ്. പെർസെന്റേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ പെർസെന്റേജ്? പഠിച്ചിട്ടുണ്ടോ? പെർസെന്റേജ് പഠിച്ചിട്ടുണ്ടോ? എല്ലാം പെർസെന്റേജ് കേട്ടിട്ടുണ്ട്. എത്ര പെർസെന്റേജ് മീൻസ് ശതമാനം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര പെർസെന്റേജ് ആണ് മാർക്ക്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഇത്ര പെർസെന്റേജ് ആണ് മാർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് പലിശ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് പെർസെന്റേജ്? എന്താണ് പെർസെന്റേജ്? പെർസെന്റേജ് മീൻസ് പെർസെന്റ്. അതായത് നമ്മളൊരു ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 100 ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് പെർസെന്റ്. സെന്റ് മീൻസ് 100. CENT സെന്റ് 100 ആണ്. പെർസെന്റ് അതായത് 100-ൽ എക്സ്പ്രസ് ചെയ്യുന്ന, 100-ൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർസെന്റ് എന്ന് പറയാ. രണ്ട് വേർഡാണത്. പെർസെന്റ്, PERCENT, പെർസെന്റ് 100-ൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെ. അതായത് ഡിനോമിനേറ്റർ 100 ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെന്റ് എന്ന് പറയാം. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ 100 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 70 പാർട്സ് അല്ലെങ്കിൽ 50 പാർട്സ്. ഓക്കെ, ടോട്ടൽ 100 പാർട്സ്. ടോട്ടൽ 100 ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടോട്ടൽ 100-ൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. പെർസെന്റേജ് ഈസ് എ വേ ഓഫ് എക്സ്പ്രസിംഗ് എ നമ്പർ ആസ് എ ഫ്രാക്ഷൻ ഓഫ് 100. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. കണ്ടോ ആ സെന്റൻസ്? പെർസെന്റേജ് ഈസ് എ വേ ഓഫ് expressing a number as a fraction of 100. ഒരു നമ്പറിനെ 100 ബേസ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഒരു നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ 100-ന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്താൽ അതിനെയാണ് നമ്മൾ പെർസെന്റേജ് എന്ന് പറയുന്നത്. പെർസെന്റേജിന്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാലോ? എങ്ങനെയാ പെർസെന്റേജിന്റെ സിമ്പിൾ? ഇതാണ് പെർസെന്റേജ്. ഓക്കെ, ഇതാണ് പെർസെന്റേജ്. ഇപ്പൊ 5% എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതായത് 100 പാർട്സ് ആക്കിയതിൽ 5 പാർട്സ്. അതാണ് 5%. ഓക്കെ, ഇനി അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Manu got 75 marks out of 100
വാട്ട് പെർസെന്റേജ് ഓഫ് മാർക്സ് ഡിഡ് ഹി ഗെറ്റ്? മനുവിന് 100ൽ 75 മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അവന്റെ പെർസെന്റേജ്, മാർക്കിന്റെ പെർസെന്റേജ്? 75 ഔട്ട് ഓഫ് 100 എന്ന് പറയുമ്പോൾ 75 by 100. 100ൽ 75 മാർക്ക്, നമ്മൾ സാധാരണ മാർക്ക് എഴുതുന്ന പോലെ തന്നെ. അപ്പൊ 100ൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? 75% എന്ന് പറയാം. ഇനി അത് 95 ആണെങ്കിലോ? 95 മാർക്കാണ് കിട്ടിയതെങ്കിൽ 95 by 100, that is 95%. Okay. Then example 2. In a group of 100 students, 68 are boys. What percent of students are girls? ഒരു 100 സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പില് 68 ബോയ്സ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ഗേൾസിന്റെ പെർസെന്റ്? 68 ബോയ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 100ൽ ബാക്കി വരുന്നത് ഗേൾസ് ആയിരിക്കും അല്ലെ? 100 minus 68, 32 ഗേൾസ് ഉണ്ടാവും. അപ്പൊ 100ൽ 32 ഗേൾസ് എന്ന് പറയുമ്പോൾ 32 by 100, that is equal to 32%. ഓക്കെ. അപ്പൊ പെർസെന്റേജ് എന്താന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടിയല്ലോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പൊ ഹോംവർക്ക് അത് ബാക്കിയുള്ളത് ചെയ്യാട്ടോ. ഓക്കെ, ബൈ. Bye, Miss.